വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായതോടെ ആഹ്ലാദത്തിലാണ് മുനമ്പത്തെ ജനത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും ജയ് വിളിച്ചായിരുന്നു മുനമ്പം ജനതയുടെ ആഹ്ലാദ പ്രകടനം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മുനമ്പം സമരപ്പന്തൽ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ചരിത്ര ദിവസമാണ്. ഒരുപക്ഷെ ഇത്രയും നാളുകൾ നീണ്ട ആ ഒരു പ്രതിഷേധത്തിന് വളരെ ഒരു ഫലം ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ മുനമ്പത്തുകാരുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു സന്തോഷ ദിവസം അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിഷ്ണു, തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ നടത്തിയ സമരം 174 ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് രാജ്യസഭയിൽ കൂടി ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സാകുന്നത്. പ്രധാനമായിട്ടും ഈ ജനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു ആവശ്യം ഈ നിയമത്തിൻ്റെ ഭേദഗതി തന്നെയായിരുന്നു. ആ ഒരു കാര്യത്തിന് അംഗീകാരം കിട്ടുന്നതോടുകൂടി തന്നെ വലിയൊരു സന്തോഷത്തിലാണ് മുനമ്പത്തെ സമരസമിതിയും മുനമ്പത്തെ ജനങ്ങളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും, അതായത് പാർലമെൻറ്റിലെ ഇരു സഭകളിലും ഈ ബില്ല് പാസ്സാകുന്ന സമയത്ത് വലിയൊരു ആഹ്ലാദ പ്രകടനങ്ങൾ ജനങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന നമ്മുടെ ഈ മുനമ്പം സമരത്തിൻ്റെ സമരസമിതി ചെയർമാനായിട്ടുള്ള ജോസഫ് ബെന്നിച്ചേട്ടൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, നിങ്ങൾ വലിയൊരു ആഹ്ലാദത്തിലാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ ആഹ്ലാദം പങ്കുവെക്കുന്നത്? ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഈ 1989, 90, 91 കാലഘട്ടങ്ങളിലാണ് അന്നുണ്ടായിരുന്ന 218 കുടുംബങ്ങളിലെ പിതാക്കന്മാർ ഞങ്ങളുടെ വീടുകളിലേക്ക് ആധാരവുമായി ഫറൂഖ് കോളേജിന് പണം കൊടുത്തു വാങ്ങിയ തീറാധാരവുമായി മുന്നോട്ട് വന്നത്, വീടുകളിലേക്ക് വന്നത്. അന്ന് തുടങ്ങി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടി എന്നുള്ള അമിതമായ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളന്ന് വീടുകളിൽ പായസം വെക്കുമായിരുന്നു. അതേപോലത്തെ ഒരവസ്ഥയിലാണ് വീണ്ടും റവന്യൂ തടങ്കലിലായി ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഇപ്പോൾ രാജ്യസഭയും ലോകസഭയും കടന്ന് ഈ ബില്ല് നിയമമാകാൻ പോകുന്നത്. അതേപോലെയുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്കിന്നുള്ളത്. ഞങ്ങൾ അതേപോലെ തന്നെ ഓരോരുത്തരും ലഡു വിതരണം ചെയ്തും വീടുകളിൽ പായസം വെച്ചും ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ പല പ്രശ്നപരിഹാരത്തിന് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നെങ്കിലും നിങ്ങളുടെ ഈ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് ഈ നിയമ ഭേദഗതിയിലൂടെ മാത്രമേ നടപ്പിലാവൂ എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയായിരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച സമയത്തും ഞങ്ങൾ സംതൃപ്തരായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയും പി രാജീവും ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLAയും എല്ലാം ഞങ്ങളുമായി സംസാരിക്കുകയും കോട്ടപ്പുറം രൂപതയും ഇവിടുത്തെ ഇടവവികാരിയുമായിട്ടും എല്ലാം സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇതിലൂടെ ശാശ്വതമായൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മനസ്സോടെ വീണ്ടും അത് 100% വിശ്വാസത്തോടു കൂടി എടുത്ത് മുന്നോട്ട് പോയത്. അപ്പോഴാണ് വീണ്ടും ആ കമ്മീഷനെ പോലും റദ്ദാക്കുന്ന രീതിയിൽ വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയും എല്ലാം ലിറ്റിഗേഷനുമായിട്ട് മുന്നോട്ട് വന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർലമെൻറ്റിൽ ഈ ശാശ്വതമായി ഇതിനെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിയമ ഭേദഗതിയാണ് വേണ്ടതെന്ന് ഞങ്ങളുടെ MPയും ഇവിടെ വന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിന് പാർലമെൻറ്റിൽ വേണ്ട നടപടിക്രമങ്ങൾ BJP ഗവൺമെൻറ് എടുക്കുകയും രാജീവ് ചന്ദ്രശേഖരും അഡ്വക്കേറ്റ് ഷോൺ ജോർജും അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ജിജി ജോസഫും എല്ലാം ശക്തിയായി ഇടപെടുകയും സുരേഷ് ഗോപി സാറ് ഇവിടെ വന്ന് പറയുകയും നിങ്ങൾക്ക് ഇതിനു നിന്ന് മോചനം മേടിച്ചു തരുമെന്ന് പറയുകയും ജോർജ് കുര്യൻ സാറ് വന്ന് ഇത് ശാശ്വതമായി നിങ്ങൾ പരിഹരിക്കുമെന്ന് പറയുകയും ചെയ്ത് അത് പ്രാബല്യത്തിൽ വരുത്താൻ പോവുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ അമിതമായ ആഹ്ലാദത്തിലാണ്. മാത്രമല്ല, ചേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു, അതായത് ഹൈബീഡൻ അടക്കമുള്ള സ്ഥലം MP ആണ്. അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിട്ട് പറഞ്ഞിരുന്നത് വഖഫ് ഭേദഗതി നിയമമാണോ വേണ്ടതെന്നായിരുന്നു. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഇതിനെ എതിർക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ സമരസമിതി എന്നുള്ള രീതിയിൽ ഇത്തരം രാഷ്ട്രീയക്കാരോടുള്ള നിങ്ങളുടെ ഒരു സമീപനം? അത് ഞങ്ങളുടെ എല്ലാം ഈ ഇവിടുത്തെ 610 കുടുംബങ്ങളുടെയും അതൊരു തീരാ ദുഃഖമാണ്. എല്ലാവർക്കും അതുകൊണ്ട് വിഷമതകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിഷമം ഞങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിലും അത് വീണ്ടും അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് ഈ സമരം ഇപ്പോൾ ഇന്ന് 174 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഭാവി സമരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള, അതായത് നിയമപ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇല്ല, മുൻകാല പ്രാബല്യം ഇല്ല ഈ വരാൻ പോകുന്ന നിയമത്തിലെന്ന് പറയുമ്പോൾ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാഞ്ഞിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വഖഫ് ബോർഡ് ഇപ്പോൾ പറയുന്നത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. ഈ വഖഫ് പ്രോപ്പർട്ടിയാണ്, ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്ന് പറയുമ്പോൾ
തിരിച്ചു പോകേണ്ടത് സിദ്ദിഖ് സേട്ടു ഈ ഭൂമി കൊടുത്തത് ഫറൂഖ് കോളേജിനാണ്. ആ ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്ത ആ ഭൂമി ഫറൂഖ് കോളേജ് ഇവിടെ നിന്നും പണം വാങ്ങി വീണ്ടും അവിടെ നിർമ്മാണം നടത്തി സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു. വീണ്ടും ഇത് വഖഫായി പോവുകയാണെന്ന് പറഞ്ഞാൽ ഇത് എത്തിച്ചേരുന്നത് വീണ്ടും ഫറൂഖ് കോളേജിനാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഫറൂഖ് കോളേജിന് കിട്ടുന്ന ഈ ഭൂമിയെല്ലാം വഖഫ് ബോർഡിലേക്കാകുമോ? ഒരിക്കലും ആവില്ല. ഫറൂഖ് കോളേജ് ഇപ്പോൾ ട്രസ്റ്റാണ്. 1860 ആക്ടും പ്രകാരം രൂപീകരിച്ച ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിന് തന്നെയാണ് പരമാധികാരം. അതായത് 1000 ഏക്കർ ഭൂമി 1950 അല്ലെങ്കിൽ 40 അതിനുശേഷം 75 ഫറൂഖ് കോളേജിനുണ്ടെങ്കിൽ അതിൻ്റെ പരമാധികാരി ഫറൂഖ് കോളേജ് തന്നെ ആയിട്ട് മാറും. അല്ലാതെ അത് വഖഫായല്ല മാറുന്നത്. അത് ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ജനം തിരിച്ചറിയും. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും ചിന്തിക്കാൻ കഴിവുള്ളവരും അതേപോലെ തന്നെ നവമാധ്യമങ്ങൾ അപ്പോഴുള്ള കാര്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ ഈ നവയുഗത്തിൽ. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും വിഷ്ണു അവർ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതീക്ഷയായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്ന ആ കാര്യം ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെ ഇന്നലെ കണ്ടിരുന്നതാണ്. ഈ 2:30 ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാവുന്ന ആ സമയത്ത് തന്നെ മുനമ്പത്ത് ജനങ്ങൾ ഇറങ്ങുകയും പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ മുനമ്പത്ത് കൂടെ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും ഈ സമരപന്തലിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ BJP എത്തിയിരുന്നതാണ്. BJP നേതാക്കളായിട്ടുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, സുരേഷ് ഗോപി തുടങ്ങിയ എല്ലാ നേതാക്കളും തന്നെ ഇവിടെ എത്തിയിരുന്നു. ഈ JPCയിലെ തന്നെ അംഗമായിട്ടുള്ള അപരാജിത സാരംഗി അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും മുനമ്പത്തെ വിഷയം കൃത്യമായി തന്നെ JPCക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ തുടക്കം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്നിപ്പോൾ വീണ്ടും വരികയാണ്. ഏതായാലും ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പ് അത് പ്രാവർത്തികമാക്കി എന്ന ആ ഒരു ഉറപ്പോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇന്ന് ഇങ്ങോട്ട് എത്തുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരോടൊപ്പം തന്നെ BDJസിൻ്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളപ്പള്ളിയുമുണ്ട്. ഒപ്പം ഈ സമരത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നോക്കി നിന്നിരുന്ന BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജും ഇവരോടൊപ്പമുണ്ട്. ഏതായാലും ഇവർ 11:30 തന്നെ ഈ സമരപന്തൽ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു. ശരി, കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.